ആളുകൾ ഇല്ലാതെ ഓഫീസ് കുട്ടി എല്ലാവരും എന്ത് തമാശകളും കാണിക്കാൻ അത് ഈ സീറ്റിൽ നടക്കില്ല. ആകെ 45 കൗൺസിലർമാരുള്ളൂ. ഞാൻ 100,000 കൗൺസിലർമാരൊന്നും ഇല്ല. അതിൽ 4 പേരെ മാത്രം ഞങ്ങളുടെ ഓട് വിളിച്ചു വന്ന ആളില്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോളെ. കുറെ ആളുകളല്ല ഗവൺമെന്റ് തീരുമാനം നടപ്പിലാക്കണ്ടേ? പഞ്ചായത്ത് ആക്ട് നടപ്പിലാക്കാൻ വിളിക്കുക. അറിയില്ലേ? നിങ്ങൾ ആര് പറയുന്നത്? സ്റ്റാഫാണ് അവരെന്താ സീറ്റ് വന്നിരിക്കുന്നത്? ചെക്ക് ചെയ്യുന്നേ. നിങ്ങൾ ഒരുത്തനോട് ഇരിക്കണ്ട. ഒരു വിശദീകരണം അത് ഭരണസമിതി വേറെ. നിങ്ങളുടെ കാര്യം പറയണ്ടേ? നിങ്ങളെന്തോടെ അറിയിക്കില്ല? എനിക്ക് ഓരോരുത്തർ സീറ്റിലിരിക്കും. ആരൊക്കെ സീറ്റിലിരിക്കേണ്ടത് ഞാൻ കാണിച്ചു. എന്ത് യോഗം നടക്കുന്നത്? പാർട്ടി യോഗം. തെരഞ്ഞെടുത്ത് ജയിച്ച ആളുകളാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിലാണ് നഗരസഭ. മനസ്സിലായല്ലോ? സാധാരണ ഇവിടുന്ന് വിളിക്കലുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് ആരാന്നുള്ളത് ഞങ്ങൾക്ക് കൂടെ എടാ എഴുതി വാങ്ങിക്ക്. എന്താ വെച്ചാൽ ആവശ്യമുള്ള എഴുതി വാങ്ങിക്ക്. എന്താണ് 4 കൗൺസിലർമാരെ കൗൺസിൽ അറിയിക്കാത്തതെന്നുള്ളത് എഴുതി വാങ്ങിക്ക്. 4 കൗൺസിലർമാർ എന്തിനാണ് നിങ്ങൾക്ക് വിളിക്കാത്തതെന്നുള്ളത്. നിങ്ങൾ ആരാണ്? രാജാക്കന്മാരാ? സെക്രട്ടറി ലീവാ? എന്ന് ലീവാണ്? സെക്രട്ടറി എപ്പോഴും ലീവാണല്ലോ. എഴുതി കൊടുക്ക്. ബാക്കി വെക്കാം. എന്ത് ഭരണസമിതി യോഗം അറിയിക്കേണ്ട ആരെങ്കിലല്ലേ? നിങ്ങളെന്താ അറിയിക്കരുത്? ആ സെക്രട്ടറിയോടെ ഓരോരുത്തരും വിളിക്കാം. ഓരോരുത്തർ ഉത്തരവാദിത്വം എന്താണെന്നുള്ള ഞാൻ കൗൺസിൽ അവനെന്താ ഇവിടെ താഴത്ത് ഡ്യൂട്ടി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞു. ആരെങ്കിലും ഈ സ്ക്രീനിൽ ഏൽപ്പിച്ചൂടെ? ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചു വരാം. ആരെങ്കിലും ഏൽപ്പിച്ചില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഡ്രൈവർ ഏൽപ്പിച്ചൂടെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം? ഒരു കൗൺസിൽ മറുപടി പറയാനുള്ളത് വേറെ കാര്യം. വെള്ളരിക്കപ്പെടണ ജയിച്ചു വന്ന ആൾക്കാർ അതിന്റെ അധികാരല്ലേ? മീറ്റിംഗ് ഞങ്ങൾക്ക് അറിയാം. പഞ്ചായത്ത് ആക്ട് നിയമം